ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് റവ കൊണ്ട് ഒരു ഹൽവ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് പോയാലോ വീഡിയോയിലോട്ട്. എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. റവ, പഞ്ചസാര, തേങ്ങാശകലം ചിരണ്ടിയത്, നെയ്യ്, പിന്നെ ബദാം, കാഷ്യൂനട്ട്. ഇത്ര സാധനങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പോയാലോ വീഡിയോയിലോട്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. ആ നെയ്യിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന റവ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. റവ ഗോൾഡൻ കളറായി. ഒരുപാട് നമുക്ക് ചുമക്ക വറക്കേണ്ട കാര്യമില്ല. പയ്യെ ഗോൾഡൻ കളറായെന്നോട് അവരെ വറുത്താൽ മതി. അതിലോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കാം. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിൻ്റെ അകത്തോട്ട് നമ്മൾ റവയ്ക്കകത്തോട്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കേണ്ടത് ചൂടുവെള്ളമാണ്. ഞാൻ വെള്ളം കൂടെ തിളപ്പിക്കാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു അടുത്ത് തന്നെ. നമുക്കിതെല്ലാം നന്നായിട്ട് മിക്സായി പഞ്ചസാരയും കൂടെ ഇട്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചൂടുവെള്ളം ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. വെള്ളം ഒഴിക്കുമ്പം തെറിക്കാതെ നോക്കണം നമ്മുടെ ദേഹത്തോട്ട്. വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 2 മിനിറ്റ് നമുക്ക് ഇത് ടൈറ്റ് ആവണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടിത് വെള്ളമൊക്കെ പറ്റി നമ്മുടെ ഹൽവ തയ്യാറായി. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് എടുത്തു വെച്ചിരുന്ന ബദാമും പിന്നെ കാഷ്യൂനട്ടും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. റവയുടെ ഹൽവ റെഡിയായി. നമുക്ക് പിന്നെ തേങ്ങ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഹൽവയാണിത്. കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരേപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഷുഗർ ഉള്ളവരാണെങ്കിൽ അവർക്ക് പഞ്ചസാരയുടെ സ്ഥാനത്ത് ഷുഗർ ഫ്രീ വേണമെങ്കിൽ ഉപയോഗിച്ച് ഉണ്ടാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ അമർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും കിട്ടുന്നതായിരിക്കും. താങ്ക്